ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ജോഗ്രഫിയുടെ PYQs ആണ് കേട്ടോ. കേരള ജോഗ്രഫിയുടെ ഫുൾ PYQs നമുക്ക് നോക്കണം. അത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാമേ. ഇത് ഫുൾ പഠിക്കേണ്ടതാണ്. എല്ലാ പോയിൻറ്റ്സും ഒന്നും വിടാതെ പഠിക്കേണ്ടതാണ് ഞാൻ പറയുന്നതെല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നമ്മുടെ ടെലിഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണം. ഡെയിലി മോട്ടിവേഷൻ വീഡിയോസും പിന്നെന്താണ് നമ്മുടെ ഇതുപോലുള്ള ക്ലാസ്സസും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ PDF ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ടെലിഗ്രാമിനകത്ത് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണം. നമുക്ക് ടൈം ടേബിൾ അനുസരിച്ചുള്ള ഇതൊക്കെ ഇടുന്നുണ്ട്, ടൈം ടേബിളൊക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർ പ്ലീസ് ഈ ചാനലിൽ പോയിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ കറക്റ്റ് നല്ല ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ അല്ലെങ്കിൽ PSC ഈസി കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിൻ്റെ PYQ ആണ് കേട്ടോ. അപ്പോൾ കേരളം ജോഗ്രഫിയുടെ PYQs ആണ് ഫുൾ നോക്കുന്നത്. നമ്മൾ ഇത് പാർട്ട് 1 പാർട്ട് 2 എന്നായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതെല്ലാം കാണണം കേട്ടോ. കാരണം നമ്മൾ ഇപ്പം റിവിഷൻ ചെയ്തു, കേരളത്തിൻ്റെ ജോഗ്രഫി ഫുള്ള് റിവിഷൻ ചെയ്തു. അപ്പം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് PYQs എല്ലാം ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ പറയത്തില്ല. അതുകൊണ്ട് ഓരോ പോയിന്റും അറിയാത്ത പോയിന്റ് ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ പഠിച്ചോളുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആൻസർ നിങ്ങൾ തനിയെ പറയാൻ നോക്കുക. നിങ്ങൾ ഈ ടെക്സ്റ്റ്, നിങ്ങൾ ഈ വിഷ്വൽസ് കാണരുത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് വെച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷ്വൽസ് കാണരുത്. കാണാതെ നിങ്ങൾ തന്നെ പറയാൻ നോക്കുക. ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരം തനിയെ നമ്മുടെ മനസ്സിൽ നിന്നും വരുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ ആൻസറിലോട്ട് എത്താൻ പറ്റണം. കാരണം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അങ്ങനെ കണ്ടുപിടിക്കരുത്. ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റണം. എങ്കിലേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ തനിയെ നിങ്ങൾ വരാൻ നോക്കണം. ആ വരാത്ത ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിയായ ഉത്തരം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. ഓപ്ഷൻസ് പറയത്തില്ല. കാരണം അതുകൊണ്ട് നിങ്ങളുടെ തലയിലേക്ക് കയറും. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് പറയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേഗം പറഞ്ഞു പോകും. എൻ്റെ കൂടെ വന്നേക്കണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര ആയി തിരിക്കാം? എല്ലാവരും പഠിച്ചതാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര ആയി തിരിക്കാം? 3 ആയി തിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, ഇത്രയും ഫാക്ട്സ് അറിയാമെങ്കിൽ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ക്വസ്റ്റ്യൻ പറയാമേ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ചോദിക്കും. അതിനകത്ത് മലനാട്, ഇടനാടും തീരപ്രദേശവും അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതായിരിക്കണം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏത്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഏതാണ്? മലനാട് കേട്ടോ. 75 മീറ്ററിൽ കൂടുതലുള്ള എന്ന് ചോദിച്ചാൽ മലനാടാണ്. അപ്പം ഞാൻ അതൊന്ന് വിശദീകരിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം മലനാട്. പിന്നെന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മുതൽ 75 മീറ്റർ വരെ, അതായത് 7.5 മുതൽ 75 മീറ്റർ ഇടയ്ക്കുള്ള ഭൂപ്രദേശം ഏതാണ്? ഇടനാട് കേട്ടോ. ആ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ളത് ഇടനാട്. ഓക്കെ, അപ്പം 7.5 മുതൽ താഴോട്ടുള്ളതോ? തീരപ്രദേശം. 7.5 മുതൽ താഴോട്ടുള്ളത് തീരപ്രദേശം. ഓക്കെ ആണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്നും നോക്കി. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഈ മലനാട് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? മലനാട് 48% ആണ്. അപ്പോൾ ഇടനാട് എത്ര പെർസെൻറ്റേജ് ആണ്? 42% ആണ്. അപ്പോൾ തീരപ്രദേശമോ 10% ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും കിട്ടിയെന്നായിരുന്നു. ചോദിച്ചിട്ടുണ്ടേ, എല്ലാം നോക്കി വെച്ചേക്കണം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആരാണ്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് മലനാടാണോ, ഇടനാടാണോ, തീരപ്രദേശമാണോ? ഏതാണ്? മലനാട്. കിഴക്ക് മലനാട്. ഓക്കെ, ഇനി മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കായിട്ടാണ് ഇടനാട് വരുന്നത്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരാണുള്ളത്? തീരപ്രദേശമാണ്. ഓക്കെ, അതുപോലെ തന്നെ മലനാട്ടിൽ ഏതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെയാണ് മലനാട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇടനാട്ടിലോ നെല്ല്, ചേന, ചേമ്പ്, കാപ്പി, റബ്ബർ, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നിവ കൃഷി ചെയ്യുന്നു. അതായത് നമ്മുടെ ഇത് നോക്കിയാൽ മതി, ഇടനാട് കേട്ടോ. നമ്മളിവിടെ നെല്ല്, ചേന, ചേമ്പ്, കാപ്പി അതൊക്കെ ഉണ്ടല്ലോ, വാഴ, മരച്ചീനി അതൊക്കെ ഉണ്ട്. അപ്പോൾ കാപ്പി, തേയില, കാപ്പി, ഏലം, കുരുമുളകൊക്കെ എവിടെയാണ്? മലനാട്, ഇടുക്കി അങ്ങനെ അങ്ങോട്ടുള്ള സൈഡുകളിൽ മലനാട് കേട്ടോ, അതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഇനി തീരപ്രദേശത്ത് എന്താണ്? മെയിനായിട്ടും തെങ്ങും നെല്ലുമാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കോ. തീരപ്രദേശത്ത് എന്താണ് കൃഷി ചെയ്യുന്നത്? തെങ്ങും നെല്ലും. ഓക്കെ. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൻ്റെ ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. അത് പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ്? മലനാട്. ഓക്കെ ആണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? മലനാട്. എത്ര പെർസെൻറ്റേജ്? 48%. അപ്പോൾ ഇടനാടോ 42%. അപ്പോൾ തീരപ്രദേശമോ 10%. ഓക്കെ ആണേ. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തീരപ്രദേശം, മലനാട്. ഓക്കെ. വനങ്ങളാണല്ലോ മലനാട്ടിലുള്ളത്. മലനാട്ടിൽ പ്രദേശം ഉൾപ്പെടുന്ന മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ഏതാണ്? ആലപ്പുഴ. ഓക്കെ. അപ്പം കേരളത്തിൻ്റെ നദികളുടെ ഉത്ഭവ പ്രദേശം മലനാട്. മിക്കവാറുള്ള നദികളെല്ലാം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം മലനാട്ടിൻ്റെ ശരാശരി ഉയരം പഠിച്ചോണേ. ഏതാണ്? 900 മീറ്റർ ആണ് കേട്ടോ. മലനാടിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ആനമുടിയുടെ ഉയരം എത്ര? 2695. ഓക്കെ. ഇനി അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിലെ ചോദിക്കും. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. അതുപോലെ തന്നെ ചോദിക്കും, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കും. ഏതാണ്? ആനമുടി. തെക്കേ ഇന്ത്യ, അതായത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ ഈ ആനമുടിയാണ് ഇങ്ങോട്ടുള്ള ഇതിൽ വെച്ചിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ്. അപ്പോൾ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. ആനമുടിയുടെ ഉയരം ചോദിക്കും. 2695 മീറ്റർ. എത്ര ഫീറ്റ് ആണ്? 8842 ഫീറ്റർ. 8842 കേട്ടോ. അപ്പം എത്ര ഫീറ്റ് കേട്ടോ. ആനമുടിയുടെ ഉയരത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ, അതൊന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഇടുക്കി ജില്ലയാണ്. മൂന്നാറാണ് അതിൻ്റെ പഞ്ചായത്ത് കേട്ടോ. ഓക്കെ. പിന്നെ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പളനിമല. വടക്ക് കിഴക്കാണ് പളനി. പിന്നെന്താണ്? വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ആനമല. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. വടക്ക് ആനമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഏലമലയാണ് കേട്ടോ. ഏലമലയാണ് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കേ, ഈ ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? നീലഗിരിയാണ് കേട്ടോ. നീലഗിരിയാണ് ആനഗിരിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആനമുടിയുടെ വടക്ക് ആനമല, വടക്ക് ആനമല, ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമല, വടക്ക് കിഴക്ക് ഏതാണ്? പളനിമല. ഓക്കെ. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് ഏതാണ്? ഏലമല. തെക്ക് ഭാഗത്ത് ഏലമല. ഓക്കെ ആണേ, അത്രയും ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഈ ആനമലയും പളനിമലയും ഏലമലയും ഇവയെല്ലാം കൂടെ സംഗമിക്കുന്നിടത്താണ് നമ്മുടെ ആനമുടി ഉള്ളത് കേട്ടോ. ആനമല, ഏലമല, പളനിമല ഇവയെല്ലാം കൂടെ സംഗമിക്കുന്നിടത്ത് ആണ് ആനമുടി കേട്ടോ. അപ്പോൾ സുഖവാസ കേന്ദ്രം നീലഗിരിയാണെന്ന് മറക്കല്ലേ. ഇനി ചുരങ്ങളുടെ ക്വസ്റ്റ്യൻ പറയാമേ. പെട്ടെന്ന് ഉത്തരം പറയണേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് പാസ്. പാലക്കാട് ചുരമാണ് കേട്ടോ. പാലക്കാട് ചുരം കോയമ്പത്തൂരിനെയും കേരളത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് പാസ് കേട്ടോ. അപ്പം കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് പാസ്സാണ്? പാലക്കാട് പാസ്. ഓക്കെ. ഈ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? പറഞ്ഞേ. എത്രയാണ്? 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേഗം വായിച്ചു വിടുക, എൻ്റെ കൂടെ വന്നേക്കണേ. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിലാണ് നമ്മുടെ ഏതാണ്? പാലക്കാട് പാസ് കേട്ടോ. അപ്പം ഉയരം കൂടിയ ഏതാണ്? പാലക്കാട് പാസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ പാലക്കാട് ചുരത്തിൻ്റെ വീതി എത്രയാണ്? 30 to 40 കിലോമീറ്റർ. 30 to 40 കിലോമീറ്റർ. ഓക്കെ. സോറി, ഞാൻ മുമ്പേ പറഞ്ഞത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം കേട്ടോ. അത് ഓർത്തോണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം
കുറഞ്ഞത്, പിന്നെ വീതി കൂടിയതാണ്, വീതിയാണ് കൂടുതൽ കേട്ടോ. അപ്പം അതാണ് പാലക്കാട് ചുരം. ഓക്കെ, അതൊക്കെ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. എന്തായാലും പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാടല്ലേ ഭാരതപ്പുഴ, പാലക്കാടിലൂടെ ഒഴുകുന്നുണ്ടല്ലോ. അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. അതുപോലെ ഇതിങ്ങനെ ചോദിക്കാം കേട്ടോ. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെയും മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും, അതായത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് കേട്ടോ, പാലക്കാട് ചുരമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? അറിയാമായിരുന്നു എല്ലാവർക്കും. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടിച്ചുരമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരം ഏതാണ്? ആലട്ടിച്ചുരം. അപ്പോൾ കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? അറിയോ? തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ആരുവാമൊഴി ചുരം. അപ്പം ആലട്ടിച്ചുരവും ആരുവാമൊഴി ചുരവും കേട്ടോ, ആരുവാമൊഴി ചുരം. മനസ്സിലായല്ലോ? ഈ ആലട്ടിച്ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ് കേട്ടോ, കാസർഗോഡാണ് ആലട്ടിച്ചുരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് നോക്കി, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന പാസ് ഏതാണ്? അതായത് പാസ്സല്ല, ദേശീയപാത ഏതാണ്? NH. അപ്പം NH വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NH നോക്കിയിരിക്കണം കേട്ടോ. അപ്പം എങ്ങനെയാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ഏതാ? 544. ഇനി ആര്യങ്കാവ് ചുരത്തിലൂടെയോ? 744. അപ്പോൾ അത് രണ്ടും അങ്ങ് പഠിച്ചേ. 744ഉം 544. 744 എവിടെയാണ്? ആര്യങ്കാവ് ചുരം 744. പാലക്കാട് ചുരം 544. പാലക്കാട് ചുരം 544. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? വയനാട്. അടുത്ത് നോക്കിക്കേ, ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? NH85 ആണ് കേട്ടോ, NH85. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44 ആണ് കേട്ടോ, NH44 ആണ്. അതിൻ്റെ പഴയ പേര് NH7 എന്നാണ് കേട്ടോ, NH44 ആണ്. അപ്പോൾ ഇത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ഉണ്ട് കേട്ടോ, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം NH44 കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം, പേരമ്പാടി കേട്ടോ. അതായത് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരം. ഞാൻ ചുരങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറയട്ടെ, പെട്ടെന്നൊന്ന് നോക്കിയിരുന്നോണേ. എന്താണ്? പാലക്കാട് ചുരമാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, മറക്കരുത്. താമരശ്ശേരി ചുരം ഏതാണ്? കോഴിക്കോട് മൈസൂർ. ആര്യങ്കാവ് നമുക്കറിയാലോ, പുനലൂര് ചെങ്കോട്ട. ആര്യങ്കാവ് എവിടെയാണ്? പുനലൂര് ചെങ്കോട്ട. പെരിയ ചുരം എന്താണ്? മാനന്തവാടി മൈസൂർ. പെരിയപുരം. പേരമ്പാടി എന്താണ്? കണ്ണൂര് കൂർഗ്. പേരമ്പാടി എവിടാണ്? കണ്ണൂര് കൂർഗ്. പാൽചുരം ഏതാണ്? വയനാട് കണ്ണൂര്. ഈ വായയുടെയും കണ്ണിൻ്റെയും നടുക്കല്ലേ നമ്മുടെ പാൽചുരം, അതായത് മൂക്കിൻ്റെ പാലം എവിടെയാണ്? വായയുടെയും കണ്ണിൻ്റെയും നടുക്കല്ലേ മൂക്കല്ലേ? അപ്പം മൂക്ക്, പാൽചുരം, മൂക്കിൻ്റെ പാലം എന്ന് ഓർത്താൽ മതി കേട്ടോ. അതുപോലെ ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുരയാണ് കേട്ടോ. ബോഡി നായ്ക്കന്നൂർ ചുരം എന്താണ്? ഇടുക്കി മധുരൈ. ഇനി അരുവാമൊഴി ചുരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം അല്ലേ അരുവാമൊഴി എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിനെയും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തിരുനെൽവേലിയും തിരുവനന്തപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അരുവാമൊഴി ചുരം. നാടുകാണി എവിടെയാണ്? നാടുകാണി മലപ്പുറത്താണ്. നിലമ്പൂരിനെയും കൂടല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഇത് നോക്കിക്കേ, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം പേരമ്പാടി. എനിക്ക് ഈ പേരമ്പാടി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്തോന്നറിയോ? ഈ ഫ്രണ്ട്സ് ഫിലിമിനകത്ത് ഏത് അമ്മാവനാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് പേരമ്പാടി ജഗതിയെ പിടിച്ച് കട്ടിലിൽ കൊണ്ടുപോയി കെട്ടിയിടുന്ന ഒരു സീനല്ലേ, അതാ ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പം എന്തോ ഒരു അമ്മാവനാന്ന് പറയത്തില്ലേ, പേരമ്പാടി എന്തോ അമ്മാവനാന്ന് എനിക്കറിയത്തില്ല, പേരമ്പാടി അമ്മാവനെ എങ്ങനെ ഓർത്തിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പേരമ്പാടി എന്ന് പറയുമ്പം ആ അമ്മാവനെയാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ബന്ദിയാക്കിയല്ലേ കൊണ്ടുപോയി കെട്ടിയിടുന്നത്, അപ്പോൾ ബന്ദിപ്പൂർ. ഓക്കെ, അതുപോലെ അത് കണക്ട് ചെയ്യാൻ നോക്കിക്കേ.
പേരമ്പാടി എന്താണ് കണ്ണടച്ച് കൂർക്കം വലിച്ചില് കിടന്നുറങ്ങുന്ന ജഗതി. അപ്പം കണ്ണടച്ച് കണ്ണൂര് കൂർഗ് അതേതാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഇതെല്ലാം പേരമ്പാടിയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. പേരമ്പാടി അമ്മാവനായിട്ട് റിലേറ്റഡ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഈ കോഡ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. എല്ലാവർക്കും അറിയാമല്ലോ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ്? വയനാട്. ഡെക്കാൻ പീഠഭൂമി വയനാട്. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് കേട്ടോ വയനാട് പീഠഭൂമി എന്നറിയപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമി കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇടനാട്ടിലോട്ട് കടന്ന് നമുക്ക് വേഗം പോണേ. അപ്പം നിങ്ങൾ സ്ലോയിലിട്ട് കേൾക്കുക അല്ലെങ്കിൽ വീണ്ടും കേൾക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ വേഗം പോകും, കാരണം നമുക്ക് എക്സാമിന് ഇനി 1.5 മാസം പോലും ഇല്ല. ഒരു മാസം ആവാറായി അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് വേഗം നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കണം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഏറ്റവും അധികം വിള വൈവിധ്യം മലനാട്ടിലല്ല, തീരപ്രദേശത്തല്ല, ഏതാണ്? ഇടനാട്ടിലാണ് ഏറ്റവും അധികം വിള വൈവിധ്യം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു 7.5 മുതൽ 75 മീറ്റർ വരെ ഇടയ്ക്ക് ഏതാണ്? ഇടനാട് കേട്ടോ. അപ്പം കേരളത്തിലെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണല്ലോ ഞാൻ പറഞ്ഞു. 42% ആണ് ഉള്ളത് കേട്ടോ. അപ്പം മലനാട് എത്ര % ആയിരുന്നു ഉണ്ടായിരുന്നത്? എത്ര ആയിരുന്നു പറ? 48% കേട്ടോ. 48% 10 തീരപ്രദേശമാണ്. അപ്പം ഈ ഇടനാട്ടിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഇടനാട്. നമ്മുടെ ഇവിടെയൊക്കെ ഇടനാട് ഓർത്താൽ മതി. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. അപ്പം കേരളത്തിലെ അതുകൊണ്ടാണ് ഇവിടെ എല്ലാം റബ്ബർ കൃഷി. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഓക്കെ, ഇടനാടിൻ്റെ പ്രത്യേകത എന്താണ്? ധാരാളമായി മഴ ലഭിക്കുന്നു, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കേട്ടോ. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ചോദിക്കും. മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഇതോടൊന്ന് ഓർത്തിരുന്നോ? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൻ്റെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് കേട്ടോ. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ്? വർക്കല ക്ലിഫ്. ഒന്ന് ഓർത്തു വെച്ച് എല്ലാവരും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകം ഏതാണ്? ആദ്യത്തേത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. അപ്പൊ രണ്ടാമത്തെ ഏതാണ്? വർക്കല ക്ലിഫ്. മറക്കല്ലേ. ഇനി അടുത്ത തീരപ്രദേശത്ത് നമ്മളിപ്പോൾ 2 ഘട്ടം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ തീരപ്രദേശം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. അപ്പോൾ തീരപ്രദേശം കുറവുള്ള കേരളത്തിലെ ജില്ല ഏതോ? കൊല്ലമാണ് കേട്ടോ. കൊല്ലമാണേ. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല കണ്ണൂർ, ഏറ്റവും കുറവുള്ളത് കൊല്ലം. ഓക്കെ, ഇനി ഇത് നോക്കിയേ. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാലും കണ്ണൂരാണ്. എന്താണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയെന്ന് ചോദിച്ചാലും കണ്ണൂരാണ്, മറക്കരുത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല താലൂക്ക് ചോദിച്ചിട്ടുണ്ടേ. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് ഞാൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ സ്ഥിതി ചെയ്തത് എവിടെയാണ്? വിഴിഞ്ഞമാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം. കായൽ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ഏതാണ്? കായൽ ടൂറിസം ആലപ്പുഴയാണ്. കായൽ ടൂറിസം ആലപ്പുഴ. ഓക്കെ, അപ്പം നോക്കി. ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്നത് ആലപ്പുഴ. ഓക്കെ, കേരളത്തിലെ തീരപ്രദേശത്തെ മണലിലുണ്ടല്ലോ ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ് ചോദിക്കും. ഏതാണ്? തോറിയമാണ് കേട്ടോ. തോറിയമാണ് കേരളത്തിലെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയം. ഓക്കെ, അപ്പം ഇത് നോക്കിയ കേരളത്തിനെ സംബന്ധിച്ച് പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ആണോ? തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ആണോ? ശരിയാണോ അല്ലയോ എന്ന് പറയണം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണോ?
ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല. അതുപോലെ സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡാണോ? വളരെ ശരി, കാസർഗോഡല്ലേ? സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണോ? കേരളത്തിലെ കണ്ണൂരാണ് കേട്ടോ, അതും ശരിയാണ്. അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, തീരപ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണോ? അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ സെറ്റാക്കേണ്ടത്? ഇത് തെറ്റാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളത് തിരുവനന്തപുരം അല്ല. ഏതാണ്? മലപ്പുറം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് കേട്ടോ. ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുള്ള എവിടെയാണ്? മലപ്പുറമാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? വയനാട്. അതുപോലെ ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? എറണാകുളമാണ്. ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രാമവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം. അപ്പം ഇനി അടുത്ത് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള എവിടെയാണ്? മലപ്പുറത്താണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കുറവ് വയനാടാണ്. ഏറ്റവും കുറവെല്ലാം മിക്കവാറും വയനാട്ടിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ സപ്തഭാഷ സംഗമഭൂമി, ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളൊക്കെ സംസാരിക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. തുളു ഭാഷ സംസാരിക്കുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. അതുപോലെ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. ഓക്കെ, കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണേ പറയുന്നത്. ഞാൻ ഇതിനകത്ത് കൂടെ വേറെ പറഞ്ഞേക്കണേ. അപ്പം ഞാൻ ഉള്ളൊരു കൂടെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്തിൽ. ഇതാണ് ഞാൻ എൻ്റെ കോഡ് കേട്ടോ. അതായത് ഇത് മുമ്പേ എങ്ങനെയോ എൻ്റെ മനസ്സിൽ കയറിയ കോഡാണ്. ആരോ പറഞ്ഞു തന്നാണോ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ കോഡല്ല കേട്ടോ. അപ്പോൾ പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്തിൽ എന്നൊരു കോഡുണ്ട്. പലതും പാലക്കാട്, പത്തായത്തിൽ പത്തനംതിട്ട, ഇട്ട് വെക്കാം ഇടുക്കി, ഇട്ട് വയ്ക്കാം എന്നാണ് വയനാടും വരും കേട്ടോ. ഇട്ട് വയ്ക്കാം വയനാട്. ഓക്കെ, ഇടുക്കി, വയനാട്. പിന്നെന്താണ്? കോട്ടയം. അപ്പം ഇത്രയും സംഭവങ്ങൾ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് കേട്ടോ. കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അതെല്ലാവർക്കും അറിയാലോ. കുട്ടനാട് വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പുന്നമടക്കായൽ എന്നാണേ. പുന്നമടക്കായൽ. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, വർഷം സഹിതം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പ് വെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുഖം ബണ്ട്. തണ്ണീർമുഖം ബണ്ടാണ് 1975 കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പ് വെള്ളം കയറുന്നതിന് തടയാനായി വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുഖം ബണ്ട്. തണ്ണീർമുഖം ബണ്ടിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏതാണ്? KL റാവു കമ്മിറ്റി. ഓക്കെ, അതുപോലെ കുടിവെള്ളത്തിന് കേരളത്തിലെ ആദ്യത്തെ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് കുട്ടനാടാണ് കേട്ടോ. കേരളത്തിലെ നെതർലൻഡ് ഏതാണ്? കുട്ടനാട്. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നും ചോദിക്കും കേട്ടോ, അതും കുട്ടനാടാണ് കേട്ടോ. കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ ഡച്ചും കുട്ടനാടാണ്. കേരളത്തിലെ നെല്ലറ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട്. പമ്പയുടെ ദാനം കുട്ടനാട്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കേരളത്തിൻ്റെ നെതർലൻഡ്, കേരളത്തിൻ്റെ ഹോളണ്ട്, കേരളത്തിൻ്റെ ഡച്ച്, കേരളത്തിൻ്റെ നെല്ലറ, പമ്പയുടെ ദാനം, ഇതെല്ലാം ചുണ്ടൻ വെള്ളങ്ങളുടെ നാടെല്ലാം കുട്ടനാടാണ് കേട്ടോ. മറക്കല്ലേ. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ഏതാണ്? ചാകര. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ നമ്മുടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഇത് കേട്ടോ. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, കേരളത്തിൻ്റെ ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തുമ്പോളി, പുറക്കാടാണ് കേട്ടോ. തുമ്പോളി, പുറക്കാട്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട്, കടപ്പുറം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ്. പുറക്കാട്, ആലപ്പുഴ. അതുപോലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര എവിടെയാണ്? ചോദിച്ചിട്ടുണ്ട്. നീണ്ടകര കൊല്ലമാണ് കേട്ടോ. കൊല്ലം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം.
മഞ്ചേശ്വരം. വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് കേട്ടോ, മറക്കല്ലേ. അപ്പം നമ്മൾ ഈ വടക്കേ അറ്റവും തെക്കേ അറ്റവും വടക്കേ അറ്റവും തെക്കേ അറ്റവും ഒന്ന് നോക്കിക്കേ. കേരളത്തിലെ തെക്കേ ഞാൻ പെട്ടെന്ന് പറയണേ, അറിയാവുന്നവർ. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. ഓക്കെ. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കാണ് തെക്കേ അറ്റത്തുള്ളത് കേട്ടോ. അപ്പം അതുപോലെ വടക്കേ അറ്റത്തുള്ള ഇതാണ് താലൂക്ക് ഏതാണ് വടക്കേ അറ്റത്തുള്ളത്? മഞ്ചേശ്വരം താലൂക്കാണ് കേട്ടോ. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്ത് അസംബ്ലി ഏതാണ്? അതായത് എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് അസംബ്ലി മണ്ഡലം ഏതാണ്? നെയ്യാറ്റിൻകരയാണ് കേട്ടോ. നെയ്യാറ്റിൻകര. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ എന്താണ് നിയമസഭാ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരം. ഓക്കെ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ളത് അതറിയാലോ, കാസർഗോഡ്. ഓക്കെ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ് കേട്ടോ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് ഗ്രാമപ്പെടുന്ന ഗ്രാമം ഏതാണ്? കളിയിക്കാവിളയാണ് കേട്ടോ. ഗ്രാമം ഏതാണ്? കളിയിക്കാവിള. കളിയിക്കാവിളയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. അതുപോലെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ കണ്ണൂരാണ് കേട്ടോ. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. ഓക്കെ. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. എല്ലാവരും കൂടെ വരും കേട്ടോ. സ്പീഡ് കൂടുതലാണെന്ന് പറയല്ലേ. അപ്പോൾ ഒന്നും കൂടി കേട്ടാൽ മതി കേട്ടോ. അപ്പം കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. അതറിയാമല്ലോ, ഔദ്യോഗിക ഫലം ചക്കയാണ്. അതുപോലെ എന്താണ് ഇത് നോക്കിയാൽ മതി കേട്ടോ. ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ് കേട്ടോ. മൃഗം ആന. ആനയുടെ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് കേട്ടോ. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് അത് കിട്ടും. എലിഫസ് എന്ന് കേൾക്കുമ്പോഴേ കിട്ടും മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. അതിൻ്റെ ഏതാണ് ശാസ്ത്രീയ നാമം? ബ്യൂസിറസ് ബൈക്കോർണിസ് ആണ് കേട്ടോ. ബ്യൂസിറസ് ബൈക്കോർണിസ് ആണ്. പഠിക്കണേ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. എന്താണ്? എത്രോപ്ലസ് സുരാറ്റൻസിസ് ആണ്. എത്രോപ്ലസ് സുരാറ്റൻസിസ്. ചോദിക്കുവേ, ഇതിന്റെ ശാസ്ത്രീയ നാമം ചോദിക്കും. ഞാൻ ചോദിക്കാത്തത് ഞാൻ പറയത്തില്ല കേട്ടോ. ചോദിക്കുന്നതേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ്. കോക്കോസ് ന്യൂസിഫറ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീര്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. അതിന് ചക്കയുടെ ശാസ്ത്രീയ നാമം പഠിച്ചേ. ആർട്ടോകാർപ്പസ് ഹെട്രോഫീലിയസ്. ഓക്കെ. കേരളത്തിലെ സംസ്ഥാന ശലഭം ബുദ്ധപൂർണിമ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ബുദ്ധപൂർണിമ. പാപ്പിലോ ബുദ്ധ എന്നാണ് കേട്ടോ. പാപ്പിലോ ബുദ്ധ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കാസിയ ഫിസ്റ്റുലയാണ് കേട്ടോ. മറക്കല്ല, ഇത് നോക്കി വെച്ചേക്കണം. ഓക്കെ. ഇനി ജില്ലകളുടെ ക്ലാസ് ഇനി അടുത്ത അങ്ങോട്ടുള്ള മറ്റ് പോർഷൻസ്, നദികളും ബാക്കി എല്ലാം ഉള്ള PYQ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം കേട്ടോ. ഇത് വീഡിയോ ലെന്തായി പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അങ്ങനെ ഞാൻ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക. എങ്കിലേ നിങ്ങൾക്കിത് ഉപകാരപ്രദമായോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഒന്ന് അയക്കണം, കമൻറ്റ് ഒന്ന് ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ. ഓക്കെ.